വീട്ടിലിരുന്ന് സ്വന്തമായൊരു വരുമാനം, അതും വലിയ മുതൽമുടക്കൊന്നും ഇല്ലാതെ. കൊള്ളാമല്ലേ? അങ്ങനൊരു കിടിലൻ ബിസിനസ് ഐഡിയയെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. അതേ, ക്ലീനിംഗ് പ്രോഡക്ട്സ് ഉണ്ടാക്കുന്നതിനെപ്പറ്റി. അപ്പോ വീട്ടിലിരുന്ന് തന്നെ ഒരു സ്ഥിര വരുമാനം വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണോ നിങ്ങൾ? എങ്കിലിത് നിങ്ങൾക്കുള്ളതാണ്. ചിലപ്പോ ഈ ഒരു ബിസിനസ് ഐഡിയ നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം കൊണ്ടുവന്നേക്കാം. അപ്പോ എന്തുകൊണ്ടാണ് ഈ ക്ലീനിംഗ് പ്രോഡക്ട്സ് ഉണ്ടാക്കുന്നത് ഇത്ര നല്ലൊരു ബിസിനസ് അവസരമാണെന്ന് പറയുന്നത്? ശരി, നമുക്ക് നോക്കാം. അതിന് ചില കാരണങ്ങളുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മൾ ഉപയോഗിക്കുന്ന ലിക്വിഡ് സോപ്പ്, ഫ്ലോർ ക്ലീനർ, ഇതൊക്കെ ഒരു ലക്ഷറി ഐറ്റമാണോ? ഒരിക്കലുമല്ല, അല്ലേ? ഇത് നമ്മുടെയൊക്കെ വീടുകളിലെ ഒരു അടിസ്ഥാന ആവശ്യമാണ്. വീട് മാത്രമല്ല, ഓഫീസുകൾ, കടകൾ, എവിടെ നോക്കിയാലും ഇതൊക്കെ ഇല്ലാതെ പറ്റില്ല. ഇതൊരു അടിസ്ഥാന ആവശ്യമായതുകൊണ്ട് തന്നെ ഇതിനൊരു പ്രത്യേക സീസണൊന്നുമില്ല. അതായത്, ഇത് ക്രിസ്മസിന് മാത്രം വിൽക്കുന്ന കേക്ക് പോലെയോ ഓണത്തിന് മാത്രം വേണ്ട കൂടി പോലെയോ അല്ല. വർഷത്തിൽ 12 മാസവും ഇതിന് ഡിമാൻഡ് ഉണ്ടാവും. എന്നുവെച്ചാൽ നിങ്ങൾക്കൊരു സ്ഥിര വരുമാനം ഉറപ്പ്. പലരും വിചാരിച്ചിരിക്കുന്നത് ഇതൊക്കെ ഉണ്ടാക്കണമെങ്കിൽ വലിയ ഫാക്ടറിയും മെഷീനുകളുമൊക്കെ വേണമെന്നാണ്. പക്ഷേ സത്യം അതല്ല. വളരെ സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ ഇതൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഓക്കെ, വീട്ടിലെ ഉണ്ടാക്കാമെന്നൊക്കെ പറഞ്ഞു. അപ്പൊ നിങ്ങളുടെ മനസ്സിൽ വരുന്ന ആദ്യത്തെ ചോദ്യം ഇതായിരിക്കും, അല്ലേ? ഇതെങ്ങനെ ഉണ്ടാക്കാൻ പഠിക്കും? എവിടുന്ന് ട്രെയിനിങ് കിട്ടും? ശരി, അതിനുള്ള വഴികൾ നമുക്ക് നോക്കാം. ഇതൊക്കെ പഠിക്കാൻ ഇന്ന് ഒരുപാട് വഴികളുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വിരൽത്തുമ്പിൽ തന്നെ. ഏറ്റവും എളുപ്പമുള്ള വഴി യൂട്യൂബാണ്. മലയാളത്തിൽ തന്നെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി കാണിച്ചു തരുന്ന ഒരുപാട് വീഡിയോകൾ ഫ്രീ ആയിട്ട് കിട്ടും. ഇനി കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഗവൺമെന്റിന്റെ ITI സെന്ററുകളിലോ ജില്ലാ വ്യവസായ കേന്ദ്രങ്ങളിലോ ഒക്കെ പോകാം. അതുമല്ലെങ്കിൽ പ്രൈവറ്റ് സ്ഥാപനങ്ങൾ നടത്തുന്ന പ്രാക്ടിക്കൽ ട്രെയിനിംഗ് ക്ലാസുകളുമുണ്ട്. പക്ഷേ ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾ ട്രെയിനിങ്ങിന് പോകുമ്പോൾ വെറുതെ ആ ഫോർമുല മാത്രം കാണാതെ പഠിപ്പിക്കുന്ന ഒരിടത്ത് പോകരുത്. അത് മാത്രം പോരാ. സേഫ്റ്റി, ക്വാളിറ്റി, ഹൈജീൻ, അതായത് സുരക്ഷ, ഗുണനിലവാരം, ശുചിത്വം, ഈ കാര്യങ്ങൾക്ക് കൂടി പ്രാധാന്യം കൊടുത്തു പഠിപ്പിക്കുന്ന ഒരിടം തന്നെ തിരഞ്ഞെടുക്കണം. കാരണം ഇതാണ് നിങ്ങളുടെ ബിസിനസിന്റെ അടിത്തറ. അത് മറക്കരുത്. അപ്പോ ഇനി എല്ലാവരും അറിയാൻ കാത്തിരിക്കുന്ന കാര്യത്തിലേക്ക് വരാം. പണം. ഈ ബിസിനസ് തുടങ്ങാൻ എത്ര രൂപ വേണ്ടിവരും? കേട്ടാൽ നിങ്ങൾ ചിലപ്പോൾ ഞെട്ടും. കാരണം അത്ര ചെറിയൊരു മുതൽ മുടക്കേ ഇതിന് ആവശ്യമുള്ളൂ. ആദ്യം തന്നെ നമുക്ക് റോ മെറ്റീരിയൽസ് വേണം. അതായത് കെമിക്കലുകള്, പിന്നെ നല്ല മണത്തിനു വേണ്ടിയുള്ള ഫ്രാഗ്രൻസ്, കളറ്, ഇതിനെല്ലാം കൂടി ഏകദേശം ഒരു 4000 രൂപ പിടിക്കും. പിന്നെ ഇതൊക്കെ മിക്സ് ചെയ്യാനായിട്ട് ബക്കറ്റ്, ഇളക്കാനുള്ള കോല്, അളവ് പാത്രങ്ങൾ, അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾക്ക് ഒരു 1500 രൂപയും. സാധനം റെഡിയായാൽ പിന്നെ അത് പാക്ക് ചെയ്യണ്ടേ? അതിന് ബോട്ടിലുകൾ, അടപ്പുകൾ, പിന്നെ ലേബൽ. അതിനായിട്ട് ഒരു 2500 രൂപയും മാറ്റിവെക്കാം. അപ്പോ എല്ലാം കൂടി കൂട്ടി നോക്കിയാല് 4000, 1500, 2500, മൊത്തം ഒരു 8000 രൂപ. കണ്ടോ? 10000 രൂപയ്ക്ക് താഴെ മുതൽ മുടക്കിൽ സ്വന്തമായി ഒരു നിർമ്മാണ യൂണിറ്റ് തുടങ്ങാം. ഓക്കെ, മുതൽ മുടക്ക് വളരെ കുറവാണെന്ന് മനസ്സിലായല്ലോ. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, ഇതിൽ നിന്ന് എന്ത് കിട്ടും? ലാഭം എത്രയായിരിക്കും? വാ, നമുക്കൊരു സിമ്പിൾ കണക്ക് നോക്കാം. ഒരു ഉദാഹരണം വെച്ച് പറയാം. നമുക്കൊരു 20 ലിറ്റർ ഡിഷ് വാഷ് ഉണ്ടാക്കണം എന്നിരിക്കട്ടെ. അതിനുവേണ്ട റോ മെറ്റീരിയൽസിന് ഏകദേശം 800 രൂപയാവും. ഈ 20 ലിറ്റർ വെച്ച് നമുക്ക് 500 മില്ലിയുടെ 40 കുപ്പികൾ നിറയ്ക്കാൻ പറ്റും. ഒരു കുപ്പിക്ക് വെറും 40 രൂപ വെച്ച് വിറ്റാൽ പോലും 40 കുപ്പിക്ക് എത്രയായി? 1600 രൂപ. നമ്മുടെ ചെലവ് 800 രൂപ. അപ്പോൾ ലാഭം എത്രയാ? 1600-ൽ നിന്ന് 800 പോയാൽ ബാക്കി 800 രൂപ. സിമ്പിളായി പറഞ്ഞാൽ ഡബിൾ പ്രോഫിറ്റ്. മുടക്കിയതിന്റെ ഇരട്ടി. തീർന്നില്ല, ഇത് ഡിഷ് വാഷിന്റെ മാത്രം കണക്കാണ്. ഫ്ലോർ ക്ലീനർ പോലെയുള്ള സാധനങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ ലാഭം ഇതിലും കൂടും. അപ്പോ പ്രോഡക്റ്റ് ഉണ്ടാക്കി ലാഭത്തിന്റെ കണക്കും കണ്ടോ? ഇനി അടുത്ത പ്രധാന സ്റ്റെപ്പ്, ഇതെങ്ങനെ മാർക്കറ്റ് ചെയ്യും? എങ്ങനെ വിൽക്കും? ഒരു ബിസിനസ് വിജയിപ്പിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കാം. കസ്റ്റമേഴ്സിനെ കിട്ടാൻ വലിയ ദൂരെയൊന്നും പോകണ്ട. നിങ്ങളുടെ തൊട്ടടുത്തുള്ള പലചരക്ക് കട, ചായക്കട, മെഡിക്കൽ സ്റ്റോർ, ഓഫീസുകൾ, പിന്നെ നിങ്ങളുടെ അയൽക്കാർ, ഫ്ളാറ്റിലുള്ളവർ, ഇവരൊക്കെ തന്നെയാണ് നമ്മുടെ ആദ്യത്തെ കസ്റ്റമേഴ്സ്. തുടക്കത്തിൽ വാട്സാപ്പ് ഗ്രൂപ്പുകൾ വഴി ഓർഡർ പിടിക്കുന്നത് ഒരു നല്ല ഐഡിയ ആണ്. ഈ ബിസിനസ്സിൽ ഒരു കാരണവശാലും വിട്ടുവീഴ്ച ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമുണ്ട്. അതാണ് ശുചിത്വം, അതായത് ഹൈജീൻ. നിങ്ങളിത് ഉണ്ടാക്കുന്ന സ്ഥലം എപ്പോഴും വൃത്തിയായിരിക്കണം. ഗ്ലോവ്സും മാസ്കുമൊക്കെ നിർബന്ധമായും ഉപയോഗിക്കണം. കാരണം ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്താൽ പിന്നെ കസ്റ്റമേഴ്സ് തിരിഞ്ഞു നോക്കില്ല.
അപ്പോ ഈ ബിസിനസ്സിൽ വിജയിക്കാനായിട്ട് ഈ 4 കാര്യങ്ങൾ എപ്പോഴും ഓർമ്മയിൽ വെച്ചോളൂ. 1. തുടക്കത്തിൽ ഒരുപാട് പ്രോഡക്ട്സ് ഒന്നും വേണ്ട, ഒന്നിൽ മാത്രം ഫോക്കസ് ചെയ്യുക. 2. ക്വാളിറ്റി, അതിൽ ഒരു കോംപ്രമൈസും പാടില്ല. 3. ആദ്യം ലോക്കൽ മാർക്കറ്റ് പിടിക്കാൻ നോക്കുക, നിങ്ങളുടെ നാട്ടിൽ തന്നെ വിൽക്കുക. 4. ഏറ്റവും പ്രധാനം, ബോട്ടിലിന്റെ പുറത്തുള്ള ലേബലിൽ പ്രോഡക്റ്റിന്റെ പേര്, അളവ്, ഉണ്ടാക്കിയ ഡേറ്റ്, നിങ്ങളുടെ കോൺടാക്ട് നമ്പർ ഇതൊക്കെ നിർബന്ധമായും വേണം. അപ്പോ ഈ ബിസിനസ് ഐഡിയയെ നമുക്ക് ഒറ്റ വാക്കിൽ ഇങ്ങനെ പറയാം: ചെറിയ മുതൽമുടക്ക്, കുറഞ്ഞ റിസ്ക്, പിന്നെ സ്ഥിരമായി കിട്ടുന്ന വരുമാനം. സ്വന്തം കാലിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്ന, വീട്ടിലിരുന്നൊരു വരുമാനം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന ആർക്കും ഇതിലും നല്ലൊരു അവസരം കിട്ടാനില്ല, അല്ലേ? എന്താ നിങ്ങളുടെ അഭിപ്രായം?